ഇതിൽ സർക്കാർ നിയമ പോരാട്ടത്തിന് എന്നുള്ള സ്റ്റെപ്പ് ആദ്യം വളരെ വേഗം തന്നെ ആ തീരുമാനം കൈക്കൊണ്ടു. പക്ഷേ പിന്നീട് അപ്പീൽ പോകണ്ട എന്ന് തീരുമാനിച്ചു. അത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇനി മേൽക്കോടതിയിലേക്ക് പോയാൽ ഒരു പക്ഷേ അനുകൂലമായ തീരുമാനം ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നായിരിക്കുമോ? തങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണോ നിങ്ങൾ കരുതുന്നത്? എനിക്കതിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്നും ആ പുതിയ ഫോർമുലയുടെ മെറിറ്റിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അവർ പറഞ്ഞത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ലേറ്റ് ആയില്ലേ എന്നുള്ള ഒറ്റ കേസ് മാത്രമാണ്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ അവിടെ വന്നിട്ടുണ്ട്. അതായത് ഫോർമുല മാറ്റാൻ പറഞ്ഞ വിദഗ്ധ കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയല്ല, ആ ഒരു ഫോർമുലയിലല്ല എന്ത് ചെയ്തിട്ടുള്ളത് സർക്കാർ ഈ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. അങ്ങനെയും റിപ്പോർട്ടുകളുണ്ട്. 4 നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം നൽകുന്നത് 4ാമത്തെ രീതിയാണെന്ന് കണ്ടെത്തുകയും അത് ഇക്കൊല്ലം നടപ്പാക്കുന്നത് ശരിയാകില്ല എന്ന് സമിതി ജൂൺ 2-ന് സർക്കാരിന് നൽകിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. അങ്ങനെ ആ 4 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായാണ് മറ്റൊരു ഇതിലേക്ക് സർക്കാർ പോയത് എന്നതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വിശദമായി പഠിച്ച് ഈ 4 നിർദ്ദേശങ്ങളുണ്ടല്ലോ, ഇതിലും യോജിച്ച മറ്റേതെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്നൊക്കെ പഠിച്ച് ഇനിയും കൃത്യമായ വിശകലനങ്ങൾക്ക് ശേഷം നടപ്പാക്കുക എന്നത് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ ഇപ്പോഴത്തെ രീതി പിന്തുടരണം എന്നത് മാത്രമാണോ? ഇക്കൊല്ലം ഇപ്പോഴത്തെ രീതി, നേരത്തെ പറഞ്ഞിരുന്ന മാറ്റിയ രീതി, ഇക്വാലിറ്റി കൊണ്ടുവരുമെന്ന് കരുതുന്ന രീതി പിന്തുടരണം എന്നതാണോ നിങ്ങളുടെ നിലപാട്? അതായത് ഞങ്ങളുടെ കേസിൽ ഇപ്പൊ ഇവിടെ കൺഫ്യൂഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് +2 മാർക്കിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. അതായത് കീം പരീക്ഷ നടത്തിയിട്ട് അതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ആ റാങ്ക് ലിസ്റ്റിൽ നല്ല സ്ഥാനമുള്ള കുട്ടികളും +2 മാർക്ക് വരുമ്പോൾ, ആ +2 മാർക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് 300-ൽ 360-ൽ 360 മാർക്കും കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ മുഴുവൻ മാർക്കും നേടിയ കുട്ടികൾ. അപ്പം ആ കുട്ടികൾക്ക് ഇതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. അവർക്ക് വെറുതെ മാർക്ക് വാങ്ങിക്കൊടുത്തോന്നല്ല, വാരിക്കൊടുത്തോന്നല്ല. അവർ CBSE ആണെങ്കിൽ അവർ ആ ഫുൾ മാർക്ക്, ഒരു മാർക്ക് പറയുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ ഫുൾ മാർക്ക് നേടിയ കുട്ടിക്ക് 27 മാർക്കാണ് കുറച്ചിട്ടുള്ളത്. അപ്പം ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ ഏറ്റവും മികച്ച കോളേജുകളിൽ പഠിക്കേണ്ട ഒരുപാട് കുട്ടികൾ 4ാമതും 5ാമതും സ്ഥാനത്ത് നിൽക്കുന്ന കോളേജുകളിലേക്ക് എത്തുന്നത്. അപ്പം ഒന്നുകിൽ പഴയ റാങ്ക് ലിസ്റ്റ് തന്നെ നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ വർഷം ഈ പ്രശ്നമുള്ള സ്ഥിതിക്ക് കീമിന്റെ റാങ്ക് മാത്രം വെച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. അല്ലാതെ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയ കുട്ടികളുടെ മാർക്ക് കുറച്ചുകൊണ്ടല്ല അഡ്മിഷൻ പ്രൊസീജിയർ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ ഈ നിയമ പോരാട്ടത്തിൽ കോടതിയുടെ മുന്നിൽ വെക്കുമോ? ഞങ്ങളത് വക്കീലുമായിട്ട് പൂർണ്ണമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കുള്ളൂ. എന്നുവെച്ചാൽ കീമിന്റെ മാർക്ക് മാത്രം അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം സാധ്യമാകണമെന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കോടതി നടപടികളും നമ്മുടെ ഇമോഷണൽ അല്ലെങ്കിൽ ലോജിക് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഏതാണോ ബെസ്റ്റ് സ്റ്റാൻഡ് അത് നമ്മൾ സുപ്രീം കോടതിയിൽ എടുക്കും. അങ്ങനെ മാത്രമാകുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലേ? കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ നീതി അതായിരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, അത് നിങ്ങൾ ഈ പറയുന്ന ഇക്വാളിറ്റി കീപ്പ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണല്ലോ +2 മാർക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം വന്നത്. കാരണം അതെ, ഈ കോച്ചിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉന്നത തരത്തിൽ ഇതുപോലെ കോച്ചിങ്ങിനൊക്കെ പോയി എത്തുന്ന വളരെ ട്രെയിൻ ചെയ്ത് വരുന്ന കുട്ടികളുമായി മത്സര പരീക്ഷയിൽ ഏറ്റുമുട്ടുമ്പോഴുണ്ടാകുന്ന ആ വ്യത്യാസം അത് മറികടക്കുക എന്നതാണ് ഈ +2 പരീക്ഷ ഫലം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, അതെ. അപ്പോൾ അതും സ്റ്റേറ്റ് സിലബസ് വന്ന കുട്ടികളെ ബാധിക്കില്ലേ? വളരെ ശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാലാകാലം നിങ്ങൾ തന്നെ അപ്പോൾ ആ നിർദ്ദേശം കോടതിയുടെ മുന്നിൽ വെച്ചാൽ എന്താണ് അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഒരു കുട്ടിക്ക് കീം എക്സാമിന് ഒരു മാർക്കുണ്ട്, ഓക്കെ, +2 എക്സാമിന് മറ്റൊരു മാർക്കുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതെ, 1:1 എന്നത് 5:3:2 എന്ന നിലയിലേക്ക് മാറ്റിയാണ് ഇപ്പോൾ പ്രവേശനം നടത്തിയതല്ല. അത് +2 മാർക്കിന്റെ കേസ് മാത്രമാണ്. കീം റാങ്ക് ഇപ്പോഴും 50% കീം റാങ്കും 50% +2 മാർക്കുമാണ്. ഓക്കെ, അപ്പം ഒരു കേരള സിലബസ് ഏത് ഇയറിൽ ഏതിരുന്ന കുട്ടിയാണെങ്കിലും അവന് കീമില് ഫോർ എക്സാമ്പിൾ അവന്റെ റാങ്കോ മാർക്കോ 1000 ആണെന്ന് കരുതുക. +2 മാർക്ക് അവൻ ഫുൾ മാർക്ക് വാങ്ങിയാൽ പോലും അവന്റെ താഴോട്ടേക്ക് പോകും. കാരണം +2 മാർക്ക് പറഞ്ഞു. അപ്പം ഈ ഒരു വർഷം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ നീതി, ഇത് പൂർണ്ണമായിട്ട് ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഈ വർഷം
+2 മാർക്ക് കൺസിഡർ ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ബെറ്റർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി നിങ്ങൾ മുന്നിൽ വെക്കും. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അജാസ്, ഇപ്പോൾ നിങ്ങൾ കോടതിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അപ്പോൾ അത് നടപ്പിലാക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ബുദ്ധിമുട്ട് സംഭവിക്കുന്ന കുറേയധികം മറ്റ് വിദ്യാർത്ഥികൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്താലുള്ള അവസ്ഥ എന്താണ്? ഈ നിയമ പോരാട്ടം ഇങ്ങനെ തുടർന്നു പോകുമെന്നതാണ്. അപ്പോൾ ഏതൊക്കെ കുട്ടികളുടെ ഭാവി അത് ബാധിക്കും, എത്ര വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. അപ്പോൾ ഇതിലിപ്പോൾ സാധ്യമായ ഒരു നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണോ സാധ്യമായ നില? അല്ല, ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ പറയാണ്, ദാ കോടതിയോട് പറയാണ് ഈ നിലയിൽ നടത്തൂ, അല്ലെങ്കിൽ കീമിൻ്റെ റിസൾട്ട് മാത്രം വെച്ച് അഡ്മിഷൻ പോകൂ എന്നൊരാവശ്യം നിങ്ങളോട് മുന്നിൽ വെച്ചാൽ കോടതി അത് സ്വീകരിക്കുകയാണെങ്കിൽ ഉണ്ട അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അത് തിരിച്ചടിയാകുന്ന ഒരുപാട് കുട്ടികൾ, മറ്റുള്ള കുട്ടികൾ ഉണ്ടാകും. അതായത് ഞങ്ങളിതിൽ കാണുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് ഒരാഴ്ചക്കുള്ളിലൊക്കെ തീരുമാനമാവും എന്ത് വന്നാലും. അപ്പം അതിനുശേഷം ഇതിനെതിരെ വീണ്ടും ഹർജിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇതേ വാദം പറയാം, ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, ലേറ്റ് ആക്കരുത്, എല്ലാവരും അഡ്മിഷനാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അനീതി അനുഭവിക്കുന്ന കുട്ടികളാണിത്. അപ്പം അവരോട് നിങ്ങൾ ഇത് അഡ്മിഷൻ പ്രൊസീജിയർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാനല്ല പറയേണ്ടത്. ഇതേ കേസ് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നില്ലേ, അവരോട് സംസാരിക്കായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നെന്ന് കരുത്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് കോടതിയിൽ പോകുന്ന ആൾക്കാരോട് നിങ്ങൾ ഇതേ ചോദ്യങ്ങൾ ചോദിക്കാം, അവര് പറയായിരിക്കും ആൻസേഴ്സ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം, ഒത്തിരി ഒന്നും ലേറ്റ് ആവാൻ പോകുന്നില്ല. കാരണം ഒരുപാട് കേസുകൾ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, ഇവൻ ചില നീറ്റ് എക്സാമുകൾ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി നടത്തിയിട്ടുണ്ട്. അത് അവിടെ ഒരു അനീതി സംഭവിച്ചിട്ടുണ്ട്, ഇൻജസ്റ്റിസ് നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ. അപ്പം ഇവിടെ നീതിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ശരി, എന്തായാലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നാണ് അവർ പറയുന്നത്. പല ഓപ്ഷൻസ് കോടതിയുടെ മുന്നിൽ വെക്കാൻ അവർ തയ്യാറെടുക്കുന്നു. എന്തായാലും കോടതിയാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. സർക്കാർ എന്തായാലും അപ്പീലിനില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി സ്വാഭാവികമായും വിദ്യാർത്ഥികൾ ഈ വിഷയം കോടതിയുടെ മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തേടും. അപ്പോൾ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നത് വളരെ പ്രസക്തമാകും. ഇതൊക്കെ കേട്ടിട്ട് കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നതാണ് ഈ കീം എക്സാം എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി നിർണായകമാകാൻ പോകുന്നത്. എന്തായാലും നിയമ പോരാട്ടം എന്നത് ആ സാധ്യത തേടാൻ കേരള സിലബസ് വഴി എത്തിയ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നു. അവരെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് എന്തായാലും കാര്യങ്ങൾ കടക്കുകയാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുമോ? ഏത് ഭാഗത്ത് ചേരുന്നു കോടതി? അത് പ്രവേശന നടപടികളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. വളരെ നന്ദി അജാസ് മുഹമ്മദ് ഞങ്ങളോട് സംസാരിച്ചത്.